ഇന്നലെ കണ്ണൂരിൽ നടന്ന ഒരു ക്രിക്കറ്റിന്റെ വിശേഷത്തിലേക്കാണ്. കേരളോത്സവ ക്രിക്കറ്റ് ടൂർണമെന്റിൽ സിക്സർ അടിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചറുടെ ആ സിക്സർ, പവർ ഫാക്ട് സിക്സർ വൈറലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് വളരെ റീലായി അത് ഓടുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രമ്യയുടെ തകർപ്പൻ ഷോട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. അവിടെ വെച്ചാണ് ആ പവർ ഷോട്ട് രമ്യ ടീച്ചറുടേത് അല്ലേ? ഇതിലും മനോഹരമായി എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുക? തീർച്ചയായും വിനിഷ, ഞാനിപ്പോൾ ഉള്ളത് ചൊക്ലിയിൽ വൈറലായ ടർഫിൽ തന്നെയാണ്. അവിടെ ഇന്നലെ രമ്യ ടീച്ചർ, CK രമ്യ ടീച്ചർ, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം കൂടിയാണ് ചൊക്ലി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ക്രിക്കറ്റിൽ മാത്രമല്ല, പൊതുരംഗത്തും ഭരണരംഗത്തുമെല്ലാം മികച്ച കഴിവ് തെളിയിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് രമ്യ ടീച്ചർ ഇന്നലെ കേരളോത്സവത്തിൻ്റെ ഈ ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഉദ്ഘാടനം ചെയ്തത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ നാടിന് ഉൾപ്പെടെ, ചൊക്ലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഉൾപ്പെടെ അത് വലിയൊരു ഈ നാട് തന്നെ ഒരു വലിയ പ്രചരണം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും രാവിലെ ടർഫിൽ രമ്യ ടീച്ചർ ഉണ്ട്. നമുക്ക് രമ്യ ടീച്ചർ രാവിലെ നമ്മളിവിടെ വന്നതിന് ശേഷം തന്നെ സമാനമായത് വീണ്ടും ഒരു തകർപ്പൻ സിക്സറാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് രമ്യ ടീച്ചർ അടിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ വൈറലായി? ഒരുപാട് ആളുകൾ ഫോണിലൊക്കെ വിളിക്കുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് ആൾ. ഇന്നലെ ഏകദേശം 12:30 മണിയോളം ആളുകൾ ഇങ്ങനെ വിളിക്കുകയുണ്ടായി. ഏതായാലും സന്തോഷമുണ്ട് ഇത്തരത്തിൽ ആവാൻ വേണ്ടി സാധിച്ചതിൽ. എല്ലാവരുടെ ഒരു സംശയം, രമ്യ ടീച്ചർ പ്രൊഫഷണൽ ക്രിക്കറ്റർ ആണോ എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് ക്രിക്കറ്റിൽ പരിശീലനം നേടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ? ഇല്ല, പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റിൽ പരിശീലനമൊന്നും നേടിയിട്ടില്ല. പക്ഷേങ്കിൽ സോഫ്റ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. PRNSS പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ക്രിക്കറ്റിൽ അങ്ങനെ സാധാരണ കുട്ടിക്കാലത്ത് കളിക്കുന്ന ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. കളിച്ചിട്ടുണ്ട് എങ്ങനെ? നാട്ടിൽ കളിച്ചിട്ടുണ്ട്, കുട്ടികളുമായിട്ട് കളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ എല്ലാ ടൈപ്പ് ഷോട്ടുകളൊക്കെ കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കൃത്യമായും TV-കളിലൊക്കെ, പ്രത്യേകിച്ച് 80s 90s സമയം എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് വളരെയധികം ആളുകൾ കണ്ടിരുന്ന അല്ലെ ആസ്വദിച്ചിരുന്ന സമയമാണ്. ആ സമയത്ത് എല്ലാ കളിയും കാണാറുണ്ട്. എന്താ പറയുക, TV-യുടെ മുന്നിലിരുന്ന് 50 ഓവറാണെങ്കിൽ അതും കാണും. 2020 ഇപ്പം അല്ലേ വന്നത്, അപ്പോൾ എല്ലാ കളിയും കൃത്യമായി കാണാറുണ്ട്. നമ്മുടെ ഈ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും ജഡേജയും ഒക്കെയുള്ള ആ കാലഘട്ടം ഭയങ്കര സ്പിരിറ്റായിരുന്നു. ജഡേജ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളി ഏറ്റവും മനോഹരമായി കളിക്കുന്ന ഒരാളാണ്. അതുപോലെ എല്ലാ പ്ലേയേഴ്സിനും അന്ന് 11 ആളെയും കൃത്യമായി അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് സച്ചിനാണ്. ഇപ്പൊ കളി കാണാറുണ്ടോ? ഇപ്പൊ കളി കാണാറുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസണാണ് എൻ്റെ പ്രിയപ്പെട്ടത്. സഞ്ജുവിന്റെ കളികളൊക്കെ കാണാറുണ്ട്. ഈ നമ്മൾ വനിതാ ക്രിക്കറ്റ് കാണാറുണ്ടോ? വനിതാ ക്രിക്കറ്റ് കുറവാണ് കാണല്. ശരിക്കും പൊതുവേ നമ്മുടെ ഈ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റ് ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അല്ലേ? വനിതാ താരങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് അതിന്? അപ്പം നമ്മൾ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര കായിക വികസനം എന്നുള്ളൊരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുണ്ട്. നിലവിൽ ഈ യുവാക്കളെയും കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ, ചൊക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്പോർട്സ് അല്ലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റ് മേഖലയിലേക്ക് തിരിയുന്നതിന് വിപരീതമായി നമ്മുടെ സ്പോർട്സ് മേഖലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടി, അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ ആളുകൾ ഉയർന്ന നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നാടിനുൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ, കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത് മകനാണെന്ന് തോന്നുന്നു അല്ലേ? മകനിപ്പോൾ കളിക്കുന്നത് കണ്ടു നമ്മൾ. പക്ഷെ അമ്മയുടെ അത്ര ഷോട്ട് റെഡി ആയിട്ടില്ല. അമ്മയുടെ ഒരു പരിശീലനം തരാൻ പറയണം. കളിക്കാറുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ ഈ വൈറലായപ്പോൾ എന്താണ് തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാറുണ്ട് അല്ലേ? ഏതായാലും ഒരു മഴ വരുന്ന ലക്ഷണമാണുള്ളത്. ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഈ നാട് കൂടി വളരെ ഫേമസ് ആയി അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ചൊക്ലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവുമാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ ചൊക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ കേരളക്കരയിലെ ആകെ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നതിൽ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ജനകീയ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലെല്ലാം
കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം നിറസാന്നിധ്യവും അതോടൊപ്പം തന്നെ നിറപുഞ്ചിരിയുമായി എന്നും നമ്മുടെ എല്ലാം മുമ്പിൽ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട. തീർച്ചയായും നമുക്ക് മഴയായതുകൊണ്ട് പെട്ടെന്ന് ഇവരോടും കൂടെ ചോദിച്ചിട്ട് പോകും, എന്താണ് രമ്യയുടെ ഈ ഒരു കളിയെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനമാണ് നമ്മുടെ പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും. വളരെ അഭിമാനം തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ പുഞ്ചിരിയാണ് നമ്മുടെ ഏറ്റവും വലിയ. ഏതായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട മലയാളികളും അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്നവരും എല്ലാം തന്നെ വളരെ ഹാപ്പിയാണ്. വളരെ മനോഹരമായ ഒരു ഷോട്ടായിരുന്നു രമ്യ ടീച്ചറുടേത്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തത്സമയവും അത് കണ്ടു. ഏതായാലും കേരളം നെഞ്ചേറ്റിയ ആ ഒരു ഷോട്ട് അത് ഇപ്പോൾ കൂടുതൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മഴ വന്നതുകൊണ്ടാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ചൊക്ലിയിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. താങ്ക് യു സന്തോഷ്. എന്തായാലും രമ്യ ടീച്ചറെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. രമ്യ ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ പറയുകയാണ്. എന്ത് മനോഹരമായ ഷോട്ടാണല്ലേ. ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വെച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ഷോട്ട് സിക്സർ. ആഹാ, കാണും, ആ ദൃശ്യങ്ങളൊന്നും കാണാം. നമുക്ക് ആ കാണാം. ഫ്ലഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ടർഫിൽ വെച്ചിട്ടാണ്, സ്റ്റേഡിയത്തിലെല്ലാം ക്ഷമിക്കണം, ടർഫിൽ വെച്ചാണ് ടീച്ചറുടെ ആ ഷോട്ട്. കേരളോത്സവത്തിൻ്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായ CK രമ്യ ടീച്ചർ. രമ്യ ടീച്ചറുടെ ആ ക്രിക്കറ്റ് ഷോട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരം.